ഓം 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 കർപ്പണ്യദോഷോപഗതസ്വഭാവക പൃച്ഛാമിത്തന്മർമ്മസുമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്യേഹം ശാതിമാന്താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപ്രണാമം. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. നമ്മൾ കഴിഞ്ഞ ദിവസം 4-ാം അധ്യായത്തിൽ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ 25 ശ്ലോകങ്ങളാണ് ചിന്തിച്ചത്. ഇനി 26-ാമത്തെ ശ്ലോകം തൊട്ടാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. ശ്രോതാദി ഇന്ദ്രിയന്യാന്യേ സംയമാഗ്നേഷു ജുഹ്വതി സപ്താദീൻ വിഷയാന്യേന്യ ഇന്ദ്രിയാഗ്നേഷു ജുഹ്വതി. അന്യേ മറ്റ് ചിലർ ശ്രോത്രാദീനി ഇന്ദ്രിയാണി, ശ്രോത്രം മുതലായ ഇന്ദ്രിയങ്ങളെ, ശ്രോത്രം എന്ന് പറഞ്ഞാൽ കേൾവി ശക്തി, അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട്, അതായത് ഏത് വിഷയമാണല്ലോ, കണ്ണുകൊണ്ടോ ഇല്ലേ ചെവി കൊണ്ടോ, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് എന്നർത്ഥം. സംയമാഗ്നേഷു ജുഹ്വതി, സംയമമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു, അതായത് ഇന്ദ്രിയ നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നത്. അന്യേ വേറെ ചിലർ ശബ്ദാദിൻ വിഷയാന്യേന്യ, ശബ്ദാദികളായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ട്, ഇന്ദ്രിയാഗ്നേഷു ജുഹ്വതി, ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അതായത് ചെവി കൊണ്ട് തന്നെ കേൾക്കുക എന്നതാണ് ശ്രോത്രം കൊണ്ട് ചെയ്യാവുന്നത്. സത്സംഗത്തിലൂടെ ഇപ്പം ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ കേൾക്കുന്നത് ഈ ശ്രവണശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പം ഞാനിപ്പോൾ പറയുന്ന ഈ സത്സംഗം തന്നെ നടക്കുമ്പം ഞാൻ പറയുന്നത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കേൾവി ശക്തിയെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ അതിലേക്ക് തന്നെ ലയിപ്പിക്കുക, സംയമനത്തിലെത്തി അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ശരിയായിട്ട് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ചിലർ ശ്രോത്രം എന്ന് പറയുന്നത് ചെവി കൊണ്ട് കേൾക്കുന്നതിനെയാണ് ശ്രോത്രം എന്ന് പറയുന്നത്. ശ്രോതം അതായത് കേൾക്കുക, ശ്രവണം എന്നർത്ഥം. മുതലായ ഇന്ദ്രിയങ്ങളെ സംയമമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. വേറെ ചിലർ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ചിലർ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ അടക്കുന്നു എന്നർത്ഥം. വേറെ ചിലർ ഇന്ദ്രിയ അഗ്നിയിൽ വിഷയങ്ങളെ ഹോമിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതായത് അവ വിരുദ്ധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു എന്നർത്ഥം. നമുക്ക് ഏത് ഇന്ദ്രിയാണോ പെർഫെക്റ്റായിട്ട് ഈ നിമിഷം പ്രവർത്തിപ്പിക്കേണ്ടത്, ആ ഇന്ദ്രിയം മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് അത് പ്രവർത്തിപ്പിക്കുമ്പം ബാക്കി ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ അതിലേക്ക് ലയിപ്പിക്കുന്നു എന്നർത്ഥം. എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ ബാക്കി 4 ഇന്ദ്രിയങ്ങൾ അത് സംയമനത്തിലെത്തിക്കൊണ്ട് ആ വിഷയങ്ങളിലേക്ക് പായാതെ ഈ കാണുന്ന വസ്തുവിൽ മാത്രം ശ്രദ്ധിക്കുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ ആ കേൾക്കുന്ന ശബ്ദമുണ്ട്, ശബ്ദം ആണല്ലോ കേൾക്കുക. അപ്പം ബാക്കി കാഴ്ചകളും ബാക്കി ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ സംയമനത്തിൽ എത്തിച്ചുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക എന്നർത്ഥം. ഈ ശബ്ദാദി വിഷയങ്ങൾ എന്ന് പറഞ്ഞാലോ, ശബ്ദമാണ് ശ്രവണത്തിന് ഉപയോഗിക്കുക. ഇനി നമ്മൾ തന്നെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു, അത് ശ്രദ്ധയോടെ കേൾക്കുക, അതിനും വേണം ഇന്ദ്രിയ നിയന്ത്രണം. ഇപ്പം നമ്മൾ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ഒരു മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദബ്രഹ്മത്തെയും അക്ഷരബ്രഹ്മത്തെയും കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പം നാക്കുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ശബ്ദം കൊണ്ട് നമ്മളത് ചൊല്ലുന്നു. ഒപ്പം തന്നെ ബാക്കി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അതേ കാര്യം തന്നെ നമ്മൾ ശ്രവണത്തിലേക്ക് കേൾക്കാനും സാധിക്കുന്നു അർത്ഥം. അപ്പോൾ ബാക്കി ഒരേ കാര്യം തന്നെ ശബ്ദം കൊണ്ട്, ആകാശത്തിൻ്റെ വിഷയമാകുന്ന ശബ്ദം ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ ശബ്ദം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും, ശബ്ദം പുറപ്പെടുവിക്കാനും സാധിക്കും. ഉപയോഗിക്കുന്നതാണ് കേൾക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മന്ത്രം ജപിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നതിന് ബാക്കി ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കണം.
അത് ശബ്ദം പുറപ്പെടുവിക്കണമെങ്കിലും ശ്രദ്ധയോടുകൂടി സഹസ്രനാമം ജപിക്കുമ്പം നല്ല ശ്രദ്ധയോടെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വയം ചെയ്യേണ്ടുന്ന ആ ശബ്ദത്തെ ശ്രദ്ധയോടുകൂടി അക്ഷരത്തെറ്റ് വരാതെ അക്ഷരബ്രഹ്മത്തെയും ശബ്ദബ്രഹ്മത്തെയും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോഴും ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ സംയമനത്തിലെത്തിക്കണം. അവിടെയാണ് ശ്രദ്ധ എന്ന് പറയുന്നുണ്ടാവും. അതേ കാര്യം നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശ്രവണേന്ദ്രിയം കൂടെ പ്രവർത്തിക്കും. അപ്പോഴും ബാക്കി ഇന്ദ്രിയങ്ങൾ സംയമനം പാലിക്കും. ഇങ്ങനെ ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യുമ്പോഴും പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യാപനവും കർമ്മേന്ദ്രിയങ്ങളും ഇല്ലാതെ മനസ്സും പ്രവർത്തിക്കാതെ ഇവിടെ കൃത്യമായിട്ട് ഒരു കർമ്മവും ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളെ, പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് അതേപടി നടക്കും. അതിലെ നമ്മൾ ശ്രദ്ധിക്കാനും പറ്റില്ല, അതിനെ നിയന്ത്രിക്കാനും പറ്റില്ല, അത് ഇൻ്റർഫെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ജ്ഞാനേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും അതേപോലെ ഈ പഞ്ചശക്തിയും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നർത്ഥം. അതനുസരിച്ച് കൊണ്ട് മനസ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അനുസരിച്ച് കൊണ്ടായിരിക്കും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ഒരു കാര്യം അറ്റ് എ ടൈം ഒരു കാര്യമേ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം. അത് ശ്രദ്ധയോടെ ചെയ്താലേ അതിൻ്റെ ഗുണം നമുക്ക് അനുഭവിച്ചറിയാനും സാധിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഇന്ദ്രിയ വിഷയത്തെ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവൻ സംയമനത്തിൽ എത്തിക്കുന്നതിനാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. ശ്രോതാദി ഇന്ദ്രിയജ്ഞാനേ സംയമാഗ്നേഷ് ജുക്കതി ശബ്ദാദിം വിഷയാന്യേന്യ ഇന്ദ്രിയാഗ്നേഷ് ജുക്കതി. നിങ്ങൾ ഏത് ഇന്ദ്രിയമാണോ പ്രസന്റ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത് അതിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് അതിൽ മാത്രം ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ അഗ്നിയിൽ ഹോമിക്കുന്ന പോലെ ഹോമിക്കണം. അങ്ങനെ ഒരു ഇന്ദ്രിയം ഉണ്ടെന്നുള്ള ധാരണ പോലും നമുക്ക് രണ്ട് കാര്യം ഒപ്പം ചെയ്യാൻ പറ്റുമോ? ചെയ്യണം. ഞാൻ അതുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ തന്നെ ആദ്യമൊക്കെ ഞാൻ വീഡിയോ എടുത്താണ് വിട്ടിരുന്നത്. വീഡിയോ എടുത്ത് വിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചശക്തിയെ ഉപയോഗിക്കണം, കേൾവി ശക്തിയെയും ഉപയോഗിക്കണം. അതേസമയം ഞാൻ ഓഡിയോ മാത്രം റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് കേൾവി ശക്തിയെ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചശക്തി ഉപയോഗിക്കേണ്ടി വരും, കേൾവി ശക്തിയെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് ഇന്ദ്രിയം പ്രവർത്തിക്കണം. ഇത് മാത്രമല്ല, വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് എക്സ്പെൻസ് കൂടുതലാവും, നെറ്റ് കൂടുതൽ ചിലവാകും. അപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് തീരുമാനം. എനിക്കും വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യണമെങ്കിലും എനിക്കും നെറ്റ് ഒരുപാട് വേണം, ചിലവ് ഒരുപാടാകും. ഇത് മാത്രമല്ല, അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെങ്കിലും വേണം, കൂടുതൽ സമയം വേണം, അതിന് നെറ്റിൻ്റെ ചിലവ് കൂടുതലാണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് കിട്ടണമെങ്കിലും എളുപ്പം നടക്കില്ല. അപ്പോൾ നമ്മൾ ഞാൻ അയക്കുന്ന ഒരു ക്ലിപ്പ് തന്നെ നിങ്ങൾക്ക് വീഡിയോ അയച്ചാൽ രണ്ട് ഇന്ദ്രിയം പ്രവർത്തിപ്പിക്കേണ്ടി വരും. അത് കാണുകയും ചെയ്യും, അപ്പോൾ ശ്രദ്ധ തെറ്റും, ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അത് കേൾക്കുകയാണെങ്കിലോ കേൾവി മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് ഈ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വേണം യൂട്ടിലൈസേഷൻ. നമുക്ക് 5 ശക്തിയും നമ്മുടെ 5 ഗുണങ്ങളും 5 ഇന്ദ്രിയങ്ങളും നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ 5 ഇന്ദ്രിയങ്ങളും ചേർന്ന് പ്രവർത്തിക്കേണ്ട സംഗതികളുണ്ട്, അപ്പോൾ അത് ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് പർട്ടിക്കുലർ ഒരു കാര്യത്തെ ശ്രദ്ധ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഇന്ദ്രിയം പ്രവർത്തിപ്പിച്ചിട്ട് ബാക്കി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് സംയമനത്തിൽ ഉപയോഗിക്കണം. അങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള ടെക്നിക്കാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ? ഇപ്രകാരം സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ, സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ്യ യോഗാക്കും ജുഹ്വതി ജ്ഞാനദീപതേ. അപരേ, വേറെ ചിലർ. ഇത് ഓരോരുത്തരുടെ അവരവരുടെ സ്വഭാവം അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. ഏതൊക്കെ തരത്തിൽ ചെയ്താലും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുക. അതായത് ജ്ഞാനകർമ്മ ആണ് പറയുന്നത്. ഏത് ഇന്ദ്രിയം പ്രവർത്തിക്കുമ്പോഴും ഏത് കർമ്മേന്ദ്രിയം പ്രവർത്തിക്കുമ്പോഴും ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്മൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു കർമ്മം ചെയ്യണമെങ്കിൽ കൈ പ്രവർത്തിക്കേണ്ടയിടത്ത് കൈ പ്രവർത്തിക്കണം,
അവിടെ കൈ മാത്രം പ്രവർത്തിക്കണം. ബാക്കിയുള്ള ഇന്ദ്രിയങ്ങള് സംയമനത്തിൽ നിൽക്കണം. അപ്പൊ അങ്ങനെ സർവാണി ഇന്ദ്രിയ കർമാണി, എല്ലാ ഇന്ദ്രിയങ്ങളും. പ്രാണകർമാണി ചാവരെ, ഇനി പ്രാണാപാനം ചെയ്യുമ്പോഴും ആത്മസംയമ യോഗാക്കുന്നു ജുഖതി ജ്ഞാനാവതാപതേ. അപ്പരേ വേറെ ചിലർ എന്ന് പറഞ്ഞാൽ മറ്റു ചിലർ, ഓരോരുത്തരെ പറ്റിയും പറയാം. ഏതൊക്കെ തരത്തിലാണ് സാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങൾ നമുക്ക് തുറന്നിട്ടിരിക്കുക. നമുക്ക് യോജിക്കുന്നത് ഇതിലേത് വേണേലും സെലക്ട് ചെയ്യാം നമുക്ക്. അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പൊതു നിയമം കർമ്മയോഗത്തിലും പറഞ്ഞിട്ടുണ്ട്, സ്ഥിതപ്രജ്ഞ തത്വത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഇന്ദ്രിയ നിയന്ത്രണം, അത് അടുത്ത സ്റ്റെപ്പിലാണ് മനസ്സ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലേ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റൂ. മനസ്സിനെ ഏകാഗ്രമാക്കിയാലേ ബുദ്ധി ഏകാഗ്രമായിട്ട് ഉറച്ച ബുദ്ധി പ്രവർത്തിക്കൂ. ഉറച്ച ബുദ്ധി ആർക്കുള്ളോ അവിടെ മാത്രമേ ആത്മബോധം, ചിത്തശക്തി ഉണരൂ. അപ്പൊ റൂട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ദ്രിയങ്ങളെ നമ്മുടെ വശത്താക്കിയാൽ മാത്രമേ മനോനിയന്ത്രണം സാധ്യമാകൂ. മനോനിയന്ത്രണം സാധ്യമായാലേ അവിടെ ബുദ്ധി ഉറക്കൂ. ബുദ്ധി ഉറച്ചാലേ ആത്മശക്തി ഉണരും. അതായത് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്താ? ആത്മശക്തി. അത് ഉണർന്ന് നമ്മുടെ ചിന്തയിലും വാക്കിലും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ റൂട്ടില് നമ്മൾ പ്രവേശിക്കണം. അതിനാണ് നൈമിത്യ കർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നത്. അത് അവരവർക്ക് ഏത് നിയന്ത്രണത്തിലൂടെയാണ്, ഏത് സ്വഭാവത്തിലൂടെയാണ് നമുക്ക് അതിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഓരോ ഇന്ദ്രിയങ്ങളെയും കൊണ്ട് നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് ഈശ്വരനാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ അടിസ്ഥാന ദേവത ഈശ്വരൻ തന്നെയാണ്, നമ്മുടെ ജീവാത്മാവ് തന്നെയാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കാണേണ്ട കാര്യങ്ങൾ കാണേണ്ട സമയത്ത് കാണിച്ചു തരുന്നതാരാ? ഈശ്വരൻ കാണിച്ചു തരും. പക്ഷെ അത് കണ്ട് മനസ്സിലാക്കേണ്ടതാരാ? നമ്മള്. അപ്പൊ ആ ഇന്ദ്രിയ വിഷയങ്ങളെ ഓരോന്നിനെയും കേൾക്കേണ്ട കാര്യങ്ങൾ അവിടെയൊക്കെ ഭഗവാൻ പറഞ്ഞ ആ കർമ്മത്തിന്റെ നിയമം പറഞ്ഞത് ഓർത്തിരുന്നോളാം. കർമ്മണോക്യവി ബോധവ്യം ബോധവ്യം ച വികർമ്മണ. എന്താണ് കാണേണ്ടത്? കാണേണ്ടത് കാണണം, കാണാൻ പാടില്ലാത്തത് കാണരുത്. കേൾക്കേണ്ടത് കേൾക്കണം, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്. പറയേണ്ട കാര്യങ്ങൾ പറയണം, പറയാൻ പാടില്ലാത്തത് പറയാൻ പാടില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട ഇന്ദ്രിയങ്ങളെ കൊണ്ട്, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത്. അപ്പൊ കർമ്മേന്ദ്രിയങ്ങൾക്കും ആ ഓരോ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അത് അതിൻ്റെതായ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യിപ്പിക്കണം. അതിൽ നമ്മൾ പെർഫെക്റ്റ് ആകണം എന്നർത്ഥം. അതാണ് ഇന്ദ്രിയ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് സാധിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? വികലമാകും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരെ ആത്മസംയമയോഗാക്കു ജുഹതി. അപ്പരേ മറ്റു ചിലർ. അപ്പൊ മറ്റു ചിലർ എന്ന് പറഞ്ഞാൽ ചിലര് എന്താ പറഞ്ഞേ, ശബ്ദാദി വിഷയങ്ങളെയും ശ്രോതാദി വിഷയങ്ങളെയും കൊണ്ടും സാക്ഷാത്കരിക്കാൻ ശ്രമിക്കും. അതിനും ഇന്ദ്രിയ നിയന്ത്രണം. ബാക്കിയുള്ള ഏത് ഇന്ദ്രിയാണ് ഉപയോഗിക്കുന്നത് ആ ഇന്ദ്രിയം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെ നിയന്ത്രിക്കണം, സംയമനത്തിലെത്തിക്കണം എന്ന് പറഞ്ഞു. ഇനി അപരെ മറ്റു ചിലർ സർവാണി ഇന്ദ്രിയ കർമാണി, സകല ഇന്ദ്രിയ വ്യാപാരങ്ങളെയും പ്രാണകർമാണീച പ്രാണകർമാണീച പ്രാണൻ തുടങ്ങിയ വായുക്കളുടെ വ്യാപാരങ്ങളെയും ജ്ഞാനദീപ്യതയെ വിവേക വിജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്ന ആത്മസംയമനം എന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു. വേറെ ചിലർ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും പ്രാണാദി വായുക്കളെയും വായുക്കളുടെ വ്യാപാരങ്ങളെയും വിവേക ജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്ന ആത്മസംയമനം എന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെയും പ്രാണങ്ങളുടെയും സകല വ്യാപാരങ്ങളെയും അടക്കി സമാധിസ്ഥരാകുന്നു എന്നർത്ഥം. അപ്പൊ ചിലര് അത് യോഗ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കൂ. ആ യോഗ കുറേ, അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ ശക്തികളെയും ആത്മശക്തിയിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണത്തിലെത്തിയിട്ട് ആത്മസംയമന യോഗത്തിലേക്ക് എത്തുന്നവർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അതായത് ശ്വാസപ്രശ്വാസ നിയന്ത്രണത്തിലുള്ള ബാക്കി അത് ചെയ്യണമെങ്കിലും പ്രാണായാമം ചെയ്തുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കണ്ടേ. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് സംയമനത്തിലെത്തിച്ച് മനസ്സ് പോലും സംയമനത്തിലെത്തിച്ചിട്ട് പ്രാണായാമത്തിലൂടെ മാത്രം, ആ വ്യവഹാരത്തിലൂടെ മാത്രം ബാക്കി എല്ലാത്തിനും അടക്കിയിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരും ഉണ്ടെന്നർത്ഥം. ബാക്കിയുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങളെ മുഴുവൻ ആത്മസംയമനം എന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആത്മനിയന്ത്രണത്തോടുകൂടി ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചിട്ടിരിക്കുന്ന ഒരു യോഗിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നർത്ഥം. അപ്പം അങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നവരുണ്ട്. ബാക്കി ഇന്ദ്രിയ വ്യാപാരങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സിൻ്റെ നിയന്ത്രണവും പാലിച്ചിട്ട് ഈ ശ്വാസഗതിയിൽ മാത്രം സാക്ഷിമാവത്തി വർത്തിച്ചുകൊണ്ട് ആജ്ഞാചക്രത്തിലുള്ള ആത്മാവിനെ മാത്രം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ് ഇവിടെ പറയുന്നത് എന്നർത്ഥം. ഇനി ഇതൊന്നും അല്ലാതെയോ ദ്രവ്യയജ്ഞ സ്തപോയജ്ഞ യോഗയജ്ഞസ്തഥാപരെ സാധ്യായ ജ്ഞാനയജ്ഞ യഥേ സംശിതാവൃത. അപ്പരേ മറ്റു ചിലർ, നമുക്ക് 3-4 മാർഗങ്ങൾ ഇവിടെ തുറന്നു തരിക. നമുക്ക് യോജിച്ച മാർഗം നമുക്കിതിൽ ഏത് വേണേലും സെലക്ട് ചെയ്യാം. എന്തായാലും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. ഇതിലേത് നമുക്ക് യോജിക്കുന്ന, ഇൻഡിവിജ്വലി ആർക്ക് ഏത് ആണ് ഇതിൽ തിരഞ്ഞെടുത്ത് ഏത് മാർഗമാണ് സ്വീകരിക്കാൻ പറ്റുന്നത്, അത് നിത്യനൈമിത്യ കർമ്മത്തിലൂടെ നമ്മൾ ചെയ്ത് അനുഷ്ഠാനത്തിലൂടെ ഈ സിദ്ധിയെ പ്രാപിക്കാൻ സാധിക്കുന്ന പറയുന്നത്. അപ്പം നമുക്ക് യോജിക്കുന്ന മാർഗം ഇതിൽ നിന്ന് ഏത് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം മറ്റു ചിലർ എന്താ ചെയ്യുക? അപരേ പിന്നെ ചിലർ ദ്രവ്യയജ്ഞ തപോയജ്ഞ, ദ്രവ്യയജ്ഞം ചെയ്യുന്നവരും തപോയജ്ഞം ചെയ്യുന്നവരും യോഗയജ്ഞം ചെയ്യുന്നവരും സാധ്യായ ജ്ഞാനയജ്ഞസ, സാധ്യായ യജ്ഞം ചെയ്യുന്നവരും ജ്ഞാനയജ്ഞം ചെയ്യുന്നവരും സംശിതാവൃത, വൃതരായിരിക്കുന്ന യജ്ഞശീലരാകുന്നു. വേറെ ചിലർ ദ്രവ്യദാനം കൊണ്ട്, ദ്രവ്യം കൊണ്ട് ദാനം, ഈ അന്നദാനാദി വസ്ത്രദാനാദി കർമ്മങ്ങളെ കൊണ്ടും അത് യജ്ഞമായി ചെയ്യാം. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന, ദാനം ചെയ്യാൻ പറ്റുന്നതൊക്കെ നിസ്വാർത്ഥമായിട്ട് ജ്ഞാനം കൊടുക്കുന്നു എന്നുള്ള ഭാവമില്ലാതെ യജ്ഞഭാവനയോടുകൂടി ദാനം ചെയ്യുക. അങ്ങനെ ചെയ്തും സിദ്ധി നേടാം. പിന്നെ തപശ്ചര്യകൾ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്. ഈ തപസ്സെന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നതാണ്, കാട്ടിൽ നിശ്ചലനായിട്ട് തപസ് അനുഷ്ഠിക്കുന്ന ഒരു മുനിയുടെ ചിത്രം നമ്മുടെ വരിക. തപസ്സെന്ന് പറഞ്ഞാൽ കാണേണ്ട കാര്യങ്ങൾ കാണേണ്ട സമയത്ത് കാണേണ്ടത് അത് അറിയുന്നതിലെ കണ്ണുകൊണ്ട് ചെയ്യേണ്ട തപസ്സ. അതേപോലെ കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കേണ്ട സമയത്ത് കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നത്, ശ്രദ്ധയോടെ കേൾക്കുന്നത് ചെവി കൊണ്ട് ചെയ്യേണ്ട തപസ്സ. ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ സ്വാദ് അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നത് നാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സ. അതായത് ഇന്ദ്രിയ വിഷയങ്ങൾ ഏതൊക്കെയാണോ ആ വിഷയങ്ങളെ ശരിക്ക് അറിഞ്ഞുകൊണ്ട് അത് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു തപസ്സാണെന്നർത്ഥം. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നർത്ഥം. അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്. ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ്. ഈ കർമ്മേന്ദ്രിയങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ, അത് ശ്രദ്ധയോടെ ചെയ്താൽ അതൊരു തപസ്സാണ്. അത് കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും നാക്കുകൊണ്ട് സ്വാദറിയുന്നതും എന്തൊക്കെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ വിഷയങ്ങൾ കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ തക്കവണ്ണം അത് ചെയ്താൽ അതാത് തപസ്സാണെന്നർത്ഥം. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളുണ്ട്, കൈകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധയോടെ ചെയ്താൽ അത് കൈകൊണ്ട് ചെയ്യേണ്ട, കർമ്മേന്ദ്രിയം കൊണ്ട് ചെയ്യേണ്ട തപസ്സാണ്. കാലുകൊണ്ട് ചെയ്യേണ്ട തപസ് എന്താ? കൃത്യമായിട്ട് നടക്കാൻ വീഴാതെ കൃത്യമായിട്ട് ഒരു കാലെടുത്ത് വെച്ചാൽ അത് ഉറച്ചൊന്ന് ഉറപ്പാക്കിയിട്ട് മറ്റേ കാലെടുത്ത് വെക്കുന്നത് അത് വളരെ ശ്രദ്ധയോടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു തപസ്സാണ്. അങ്ങനെ ടോട്ടലി ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്. വാക്കുകൊണ്ട് ചെയ്യുന്ന തപസ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ, സത്യശുദ്ധമായിരിക്കുന്ന, മറ്റുള്ളവർക്ക് ഹിതകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, അതൊരു തപസ്സാണ്. അതിന് ശാസ്ത്രം പഠിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം പഠിച്ചാലേ നമ്മുടെ വാക്ക് ശുദ്ധി ഉണ്ടാവും. അങ്ങനെ മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്. അങ്ങനെ എല്ലാം യോഗ സാധനങ്ങളെ യജ്ഞമായിട്ട് ഈ ചെയ്യുന്നതൊക്കെ യജ്ഞഭാവന ഉണ്ടായിരിക്കുകയും വേണം.
എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു മാതൃകാ പുരുഷോത്തമനായിട്ട് നമ്മൾ മാറണം. അപ്പോഴത് യജ്ഞഭാവനയോടുകൂടി മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ ഗുണത്തെ കിട്ടാൻ തുടങ്ങും. അപ്പം ജ്ഞാനയജ്ഞം കൊണ്ട് ഈ സാധനങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ദ്രവ്യദാനം ചെയ്ത് യജ്ഞമായി ചെയ്താലും അത് തപശ്ചര്യയാണ്, യജ്ഞമായിട്ട് അത് അനുഷ്ഠിക്കാൻ സാധിക്കും. പിന്നെ യോഗ സാധനങ്ങളെ യജ്ഞമായിട്ട് ചെയ്യുന്നവർ, അതായത് സൂര്യ നമസ്കാരി യോഗ പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ആ യോഗാസനങ്ങളെ കൊണ്ടോ സൂര്യ നമസ്കാരാദികളെ കൊണ്ടോ അഷ്ടാംഗയോഗം അനുസരിക്കുകയൊക്കെ ചെയ്താൽ അത് യോഗ സാധനങ്ങളെ കൊണ്ട് യജ്ഞഭാവനയിൽ നിങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചാൽ ആ യജ്ഞഭാവനയോടെ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർ കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിലായിട്ട് മാറും ഓട്ടോമാറ്റിക്. പിന്നെ വേദശാസ്ത്രാദി പാരായണം, അർത്ഥവിചാരം, അത് സ്വാധ്യായനം. വേദങ്ങൾ പഠിക്കുക, പുരാണാദികൾ പഠിക്കുക, ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുക, എന്നിട്ട് അത് യജ്ഞമായിട്ട് ജ്ഞാനയജ്ഞം കൊണ്ട് മറ്റുള്ളവരെ പോഷിപ്പിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നതായിക്ക ദൃഢവ്രതന്മാരായിട്ടുള്ള യജ്ഞശീലർ, യതികൾ ആണ്. അങ്ങനെയുള്ളവർ ഭാരതവർഷത്തിൽ ഉണ്ടെന്നർത്ഥം. അപ്പം ഞാൻ തന്നെ ഒരു തപസ്സായിട്ടാണ് ഗീത പഠിച്ചിട്ട് അത് നിങ്ങളെപ്പോലുള്ളവർക്ക് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ജ്ഞാനയജ്ഞമാണ് ഇവിടെ നടക്കുക. ആ ജ്ഞാനയജ്ഞം ഒരു തപസ്സായിട്ട് സ്വീകരിക്കുക. അതും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തി. പിന്നെ പ്രാണായാമം മാത്രം ചെയ്തുകൊണ്ട് അടുത്ത പറയുന്നത് എന്താ? അപാനേ ജുഹതി പ്രാണം പ്രാണേ അപാനം തഥാപരേ പ്രാണാപാന ഗതിം രുത്വ പ്രാണായാമ പരായണ. പ്രാണായാമ പരായണ, പ്രാണായാമത്തിൽ തൽപരരായിരിക്കുന്ന അപരേ വേറെ ചിലർ പ്രാണാപാനി ഗതിൻ രുത്വ, പ്രാണാപാന ഗതിൻ രുത്വ, പ്രാണാപാനാദി ഗതികളെ നിരോധിച്ചിട്ട് അഥവാ നിയന്ത്രിച്ചിട്ട് പ്രാണം അപാനെ, പ്രാണനെ അപാനിലും തഥാ അപാനം അപാന പ്രാണേ അപാനനെ പ്രാണനിലും, അപ്രകാരം അപാനനെ പ്രാണനിലും ജുഹ്വതി ഹോമിക്കുന്നു. അതായത് പ്രാണായാമത്തിൽ തൽപരരായിട്ടുള്ളവർ പ്രാണന്റെയും അപാനന്റെയും ഗതികളെ നിരോധിച്ചിട്ട് പ്രാണവായുവിനെ അപാനനിലും അപാനവായുവിനെ പ്രാണനിലും ഹോമിക്കുന്നു. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് പൂരകം, പുറത്തേക്ക് വിടുന്നത് രേചകം. പ്രത്യേക ക്രമത്തിൽ ശീലിക്കുന്ന പൂരക രേചകങ്ങൾക്കിടയിൽ ശ്വാസത്തെ അകത്തോ പുറത്തോ നിർത്തുന്നതിനെ കുംഭകം എന്ന് പറയും. നിശ്ചിത ക്രമത്തിൽ പൂരക രേചക കുംഭകങ്ങൾ ചെയ്യുന്നതാണ് പ്രാണായാമം. ബാഹ്യ പ്രാണായാമം ഇല്ലെങ്കിൽ ആന്തരിക പ്രാണായാമം, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് കുംഭകം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ശ്വാസം എടുത്തിട്ട് രണ്ട് മൂക്കും വായു അടച്ചിട്ട് കുറച്ച് നേരം പിടിച്ചു നിർത്തിയാൽ അത് കുംഭകമായി. പിന്നെ ശ്വാസം എടുത്തിട്ട് അതിനെ നിയന്ത്രിച്ച്, ഞാൻ പറയാറുണ്ടല്ലോ, ഒരു ശ്വാസം എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നിശ്വാസവായു വിടുക, അത് നാഡീശുദ്ധി പ്രാണായാമമാണ്. ഇനി രണ്ട് മൂക്കുണ്ട്, ഒരു മൂക്ക് അടച്ചിട്ട് ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുക, മറ്റേ മൂക്കിലൂടെ അത് അടച്ചിട്ട് മറ്റേ മൂക്കിലൂടെ വിടുക, പിന്നെ വിട്ട മൂക്കിലൂടെ എടുക്കുക, അത് അടച്ചിട്ട് മറ്റേ മൂക്കിലൂടെ വിടുക. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് സൂര്യചന്ദ്ര അനുലോമ വിലോമ പ്രാണായാമം എന്നാണ് ഇതിന് പറയുക. അതായത് ഒരു മൂക്ക് അടച്ചിട്ട് മറ്റേ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, അടച്ച മൂക്ക് തുറന്ന് അതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക, ആ വിട്ട മൂക്കിലൂടെ തന്നെ എടുക്കുക, മറ്റേ മൂക്കിലൂടെ തിരിച്ചു വിടുക. ഇതാണ് സൂര്യചന്ദ്രാദി അനുലോമ വിലോമ പ്രാണായാമം. ഈ ഓഡിയോ ഓഫ് ചെയ്യൂ തങ്കം, എന്നിട്ട് വർത്താനം പറയും. അപ്പൊ അതുകൊണ്ട് ഈ പ്രാണായാമം ശീലിച്ചാൽ തന്നെ അതും കൊണ്ടും ഈശ്വര സാക്ഷാത്കാരം സാധിക്കുന്ന പറഞ്ഞത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ശ്വാസം എടുത്താൽ തന്നെ ആ ശ്വാസം കോശത്തിൽ പോയിട്ട് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രാണൻ ഒറ്റ പ്രാവശ്യം എടുക്കുന്നത് തന്നെ അത് 5 ആയിട്ട് തിരിയും. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ.
നമ്മുടെ ബ്രെയിനിലേക്ക് പ്രാണന്റെ ശക്തി എത്തിക്കുന്നത് പ്രാണവായുവാണ്. തൊണ്ടക്കുഴി തൊട്ട് ഹൃദയകമലം വരെ നമ്മുടെ ശബ്ദത്തെ, വൈഖരി ശബ്ദത്തെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഉദാനവായുവാണ്. അനാഹതം തൊട്ട് മണിപ്പൂരകം വരെ സമാവസ്ഥയിൽ പ്രാണനെ ചലിപ്പിക്കുന്നത്, നമ്മുടെ ദഹനപ്രക്രിയയൊക്കെ സഹായിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം അന്നനാളത്തിലൂടെ പോയിട്ട് അത് അവസ്ഥയിലേക്ക് ആമാശയത്തിലേക്ക് എത്തിക്കുന്നത് സമാനവായുവാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ മണിപ്പൂരകം തൊട്ട്, അതായത് പൊക്കിൾത്തൊടി തൊട്ട് കാൽപാദം വരെ പ്രാണന്റെ ശക്തി എത്തിക്കുന്നത് അപാനവായുവാണ്. ശരീരം മുഴുവൻ പ്രാണനെ എത്തിക്കുന്നത്, വ്യാപിപ്പിക്കുന്നത് വ്യാനവായുവാണ്. ഇങ്ങനെ ഒരു ശ്വാസം എടുത്താൽ തന്നെ അത് 5 തിരിഞ്ഞ് 5 പ്രാണന് ആയിട്ട് തിരിഞ്ഞ് 5 പ്രാണനും 5 ഡ്യൂട്ടി ഉണ്ട്. അത് കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും ഉറക്കത്തിൽ പോലും ഈ ശ്വാസഗതിയുടെ കൺട്രോളിങ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് പ്രകൃതിയാ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാധാരണ ശ്വാസം എടുത്ത് വിടുന്നതുകൊണ്ട് 30 to 40% പ്രാണൻ ശരിക്കും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അത് ഈ പ്രാണായാമ ശീലം കൊണ്ട്, അതായത് പ്രത്യേകിച്ച് നാഡീശുദ്ധി പ്രാണായാമം, അതിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് 50 to 60% വരെ അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ പ്രാണന്റെ ശക്തി ശരിക്കും ആക്ടിവേറ്റ് ചെയ്ത് ഈ പഞ്ചപ്രാണന്റെ പ്രവർത്തനം പോലും ശരീരത്തെ മുഴുവൻ വ്യാപിപ്പിച്ച് സജീവമാക്കി നിർത്താൻ സാധിക്കും. അപ്പം നമുക്ക് എന്താ പറയുന്നത്, പ്രാണൻ എത്താത്ത സ്ഥലത്തോടെയൊക്കെ എത്തിക്കോളും. ബ്രെയിനിന് വല്ല പ്രാണൻ ശക്തി എത്തിയിട്ട് തലമുടി നാരിൻ്റെ വലിപ്പത്തിലുള്ള സർക്യൂട്ട് വരെ ഡെത്തായിട്ട് കിടക്കുന്നുണ്ട്. അതിനെയൊക്കെ ഉണർത്തി പ്രവർത്തിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ജീവൻ മുഴുവൻ പോയിട്ടില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുന്നതേ ഉള്ളൂ. 10% പ്രവർത്തിച്ചാൽ തന്നെ സാധാരണ മനുഷ്യനും ജീവിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ശ്വാസഗതിയെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ മനോനിയന്ത്രണം എളുപ്പം സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആൾക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവർ. നമ്മളെ പ്രധാനമന്ത്രിയൊക്കെ എത്ര മണിക്കൂറാണ് പ്രാണായാമമൊക്കെ ചെയ്യണമെന്നറിയോ? അതുകൊണ്ടാണ് ലോകം അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതാണ് മനസ്സെന്ന് പറയുന്ന ഈശ്വരൻ്റെ ശക്തിയാണ്. ഇന്ദ്രിയങ്ങളിൽ മനസ്സ് 6th സെൻസാണ് നമ്മളെ. അപ്പോൾ മനോനിയന്ത്രണം സാധിക്കണമെങ്കിൽ, മനസ്സിൻ്റെ ചഞ്ചലാവസ്ഥ ഇല്ലാതെയാക്കണമെങ്കിൽ ഈ പ്രാണായാമം ശീലിക്കണം എന്നർത്ഥം. അങ്ങനെയും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ടെന്നാണ് ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിൽ ഏത് മാർഗം വേണേലും പെർഫെക്റ്റായിട്ട് ഒന്ന് മാത്രം ശരിക്കും ശ്രദ്ധയോടെ ചെയ്താൽ അത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? അപരേ നേതാഹാര പ്രാണാൻ പ്രാണേഷു ജുഃഖതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമക്ഷ. അപരേ നേതാഹാര, മറ്റു ചിലർ എന്താ ചെയ്യണേ? നിയന്ത്രിതമായിരിക്കുന്ന ആഹാരം കഴിക്കുന്നവരായിട്ട്. അതിനാണ് വ്രതാനുഷ്ഠാനങ്ങൾ. സുവൃതമായിരിക്കുന്ന വ്രതം, കഠിനമായ ഏകാദശി, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ആഹാര നിയന്ത്രണത്തിലൂടെയും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താന്ന് പറയും. കാരണം ഇതിലെല്ലാം കോമൺ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്, ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നിയന്ത്രിക്കേണ്ടി വരും. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കും, മനസ്സ് ഏകാഗ്രമാകും, ബുദ്ധി ഉറപ്പിക്കും, കോമൺ ആയിട്ട് കിട്ടുന്ന എഫക്റ്റ് ഏത് മാർഗം, നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾ ഏത് മാർഗം സ്വീകരിച്ചാലും വേണ്ടില്ല, നമുക്ക് ഫലം കിട്ടുന്നത് അന്തിമമായിട്ട് നമ്മളെല്ലാം എത്തുന്നത് ഒരു സ്ഥലത്തേക്കായിരിക്കും. അങ്ങോട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് നമ്മളെ. നിങ്ങൾ ദ്രവ്യയജ്ഞം കൊണ്ട് അന്നദാനാദി, അതായത് മാധവ സേവയാക്കി മാറ്റിയാലും ഭക്തിയുത സേവനം ചെയ്താലും നിങ്ങൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തും. ഇനി എന്താ പറഞ്ഞത്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഓരോരോ ഇന്ദ്രിയങ്ങളെ കൃത്യമായിട്ട്, ഏത് ഇന്ദ്രിയത്തിനെയാണ് നിങ്ങൾക്ക് ഏതിലെങ്കിലും പെർഫെക്റ്റ് വന്നാൽ അത് സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കും. പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചകർമ്മേന്ദ്രിയങ്ങളോ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളോ ഏതെങ്കിലും ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചാൽ ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ അതിൻ്റെ കൺട്രോളിൽ വരും. അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം സാധിക്കാം. പിന്നെ ഈ പ്രാണായാമം 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾ നാഡീശുദ്ധി പ്രാണായാമം മാത്രം ചെയ്താലും സാധിക്കും. ഇല്ലെങ്കിൽ പഞ്ചവിധ പ്രാണായാമമുണ്ട്, 9 നവവിധ പ്രാണായാമങ്ങളുണ്ട്. ഈ പ്രാണായാമം കുംഭകം രേചകം എന്ന് പറയുന്ന ഈ പ്രോസസ്സ് പ്രാണായാമം പഠിച്ചിട്ട് ചെയ്താലും അതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കപ്പെടും, ബാക്കി ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടും, കർമ്മേന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടും. അതൊരു തപസ്സായിട്ട് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താം. പിന്നെ പ്രാണായാമം മാത്രം ചെയ്താലും
അതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി അത് സാധിക്കാത്തവരോ? ആഹാര നിയന്ത്രണം, അതിലൂടെയും സാക്ഷാത്കാരം സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പം പരിമിതമായിരിക്കുന്ന ആഹാരത്തോടു കൂടിയവരായിട്ട് ഏതേത് വായുവിനെ അടക്കുന്നുവോ അതിൽ മറ്റുള്ള വായുക്കളെ ഹോമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ആഹാര നിയന്ത്രണം സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. എങ്കിലേ വിശപ്പ് പോലും സഹിക്കാൻ പറ്റൂ. നിങ്ങൾ ദിവസവും കഴിക്കുന്ന ആഹാരത്തിൽ മാറ്റം വരുത്തിയിട്ട് പുതിയതായിട്ടില്ലേ മറ്റൊന്നെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിലും അതിനും ഇന്ദ്രിയ നിയന്ത്രണം വേണം. ചിലർക്കുണ്ടല്ലോ, എനിക്ക് 3 നേരം ഇന്നത് കിട്ടിയാലേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിരിക്കുന്നവരുണ്ട്. ചിലർക്ക് പട്ടിണി കിടന്നിട്ട് ഭക്തിയിലേക്ക് പോകണ്ട എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ പ്രതിബന്ധം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം ഇതൊക്കെ ഒരു തപസ്സായിട്ട് സ്വീകരിക്കാം. ആഹാര വിഹാരത്തിലുള്ള നിയന്ത്രണം കൊണ്ടും ഈശ്വര സാക്ഷാത്കാരത്തിലേക്കാം. ആ ആഹാര നിയന്ത്രണം കൊണ്ട് യജ്ഞഭാവന ഉണ്ടാകണം. യജ്ഞത്തെ അറിയുന്നവനും യജ്ഞത്താൽ പാപത്തെ നശിപ്പിക്കാനും സാധിക്കുന്നവരും. നിങ്ങൾ 3 നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം 1 നേരം കഴിച്ചാൽ അത് ബാക്കി ആർക്കെങ്കിലും കൂടെ ഉപയോഗിക്കാമല്ലോ. അതേസമയം നിങ്ങൾ 4 നേരം കഴിക്കാൻ 4 നേരം 5 നേരം ഭക്ഷണം കഴിച്ചാൽ അത് മഹാദ്രോഹമായിട്ട് മാറും. ബാക്കിയുള്ളവർക്കും കൂടെ കഴിക്കാനുള്ളതും ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പം 1 നേരം ഭക്ഷണം കഴിക്കുന്ന ആള് യോഗിയായി മാറും, 2 നേരം കഴിക്കുന്ന ആള് ഭോഗിയായി മാറും, 3 നേരം കഴിക്കുന്ന ആള് രോഗിയായി മാറും, 4 നേരം കഴിക്കുന്ന ആള് ദ്രോഹിയായി മാറും, 5 നേരം ഭക്ഷണം കഴിക്കുന്നവർ മഹാദ്രോഹിയായിട്ട് മാറും. അപ്പോൾ ആഹാര നിയന്ത്രണം നിയന്ത്രിച്ച് 1 നേരം പകുതി വേറെ ആഹാരം കഴിച്ചാൽ അതൊരു യജ്ഞമായിട്ട് തന്നെ മാറും എന്നർത്ഥം. നിങ്ങൾ 1 നേരം ഭക്ഷണം കഴിക്കില്ല എന്ന് ഒരാഴ്ചയിൽ 1 ദിവസം 12 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുന്ന ശീലം ഉണ്ടാക്കിയാൽ ആഹാരം ഉണ്ടാക്കുന്നവർക്ക് സന്തോഷമാവും. കാരണം എനിക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കണ്ടല്ലോ. എൻ്റെ ശ്രീമതിയുടെ തന്നെ ഞാൻ സന്തോഷം കണ്ടിട്ടുണ്ട്. ശനിയാഴ്ച ആണെങ്കിൽ സന്തോഷമാണ്. കാരണം 12 മണിക്കൂർ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേക ആഹാരം ഒന്നും റെഡിയാക്കണ്ട. അത് പറഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം ശ്രീമതിയുടെ ഒപ്പം ഒന്നും കഴിക്കാതിരിക്കാൻ പഠിച്ചു. മനസ്സിലായില്ലേ? എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്താക്കണേ. കുട്ടികളാരും ഇല്ലെങ്കിലാണ് ഇതൊക്കെ നടക്കുള്ളൂ എന്നർത്ഥം. ഇപ്പം ഞാൻ തന്നെ ഇപ്പം 1 നേരെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അപ്പോൾ കൂടെയുള്ള ആൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോരും. ഇവിടെ ഇല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണ്ടേ, അയാൾ തന്നെ വന്നിട്ട് ഉണ്ടാക്കണം. അതുകൊണ്ട് അപ്പം ആഹാര നിയന്ത്രണം എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ചെയ്താൽ അതുകൊണ്ട് യജ്ഞകർമ്മമായിട്ട് ഭവിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 നേരം പകുതി വരെ ആഹാരം കഴിക്കുന്നതുകൊണ്ട് ടോട്ടലി വെയ്റ്റ്ലെസ്സാണ്. കഫസംബന്ധമായിട്ട് യാതൊരു അസുഖവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 3 നേരം ഭക്ഷണം കഴിക്കാതിരിക്കും, 1 നേരം മാത്രം കഴിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? അത് കഴിച്ചു നോക്കും, അപ്പം അറിയാമല്ലോ. വെയ്റ്റ്ലെസ് ആവും. ഇപ്പോൾ 1 മാസം കൊണ്ട് തന്നെ 6 കിലോ വെയിറ്റ് കുറഞ്ഞു. 3 നേരം കഴിച്ചാൽ വെയിറ്റ് കൂടുമല്ലാതെ കുറയ്ക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഇനി എത്ര നേരം കഴിച്ചാലും വേണ്ടില്ല, ആഹാരം നിയന്ത്രിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വരെ ആഹാരം കഴിക്കാവുള്ളൂ. 1/4 ഭാഗം ജലം കുടിക്കണം, 1/4 ഭാഗം ബ്ലാങ്കായിട്ടിടണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വെയ്റ്റ്ലെസ് ആകാൻ തുടങ്ങും. പിന്നെ വെറുതെ ഇരിക്കട്ടെ ശരീരത്തിൻ്റെ. അതാണ് യോഗാസനങ്ങളും വ്യായാമങ്ങളും അത്യാവശ്യം ചെയ്യണമെന്ന് പറയും. ഞാനിങ്ങനെ 1 നേരം ഭക്ഷണം കഴിക്കുള്ളൂ, പകുതി വരെ കഴിക്കുള്ളൂ, എന്നാലും വേണ്ടില്ല, ഞാൻ എടുക്കുന്ന പണിയൊക്കെ എടുക്കും. അയ്യോ ഭക്ഷണം കഴിക്കാതിരിക്കാമെന്ന് പറഞ്ഞിട്ട് പണിയെടുക്കാതിരിക്കുക. എനിക്ക് എനർജി ലെവൽ കൂടുതലുള്ളത് ഈ വ്രതം നോക്കുമ്പോഴാണ്. 1 നേരം ഭക്ഷണം കഴിക്കുമ്പോഴാണ് എനർജി കൂടുതലുള്ളത് എന്ത് കാര്യത്തിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്തി വന്നാൽ മതി, യഥാർത്ഥ ഭക്തി. ഒരു മഹാത്മാവുണ്ടായിരുന്നു, ഒരു ദിവസം തന്നെ രാമനാമം ലക്ഷക്കണക്കിന്, അതായത് 100 കോടിയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കൊണ്ടൊക്കെ തയ്ക്കുമായിരുന്നു. 100 കോടിയൊക്കെ രാമനാമം ജപിക്കുമായിരുന്നു. അതുകൊണ്ട് എന്താ ഗുണം? ഇദ്ദേഹത്തിന് ഒരു ജലദോഷം പോലും വരലില്ല. സ്വയം കേൾക്കാവുന്ന ദിവസത്തെ ഈ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. 24 മണിക്കൂറും പണി ചെയ്യേണ്ടതൊക്കെ ചെയ്യും, നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്താ? രോഗമുക്തി. ഒരു തരത്തിലുള്ള രോഗവും ഇല്ല, ഒന്നിനും ഉത്സാഹമില്ലായില്ല, എല്ലാ കാര്യത്തിലും കർമ്മകുശലതയോടുകൂടി എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കും. ഈ നാമജപവും നടക്കും. അപ്പം നമ്മൾ എന്താ നാമം ജപിച്ചാലുള്ള ഗുണം എന്നൊക്കെ ഈ വെറുതെ ഉപരിപ്ലവമായിട്ട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്താ നോക്കാം പറഞ്ഞ് നിങ്ങൾ ദിവസവും ചെയ്തുകൊണ്ടിരുന്നാലേ ഭഗവാന്റെ റേഞ്ചിൽ നിൽക്കുള്ളൂ.
വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താലും ഭഗവാന്റെ റേഞ്ചിൽ നിങ്ങൾക്ക് ഭഗവാനെ കിട്ടുക തന്നെയില്ല. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യേണ്ട കാര്യമല്ല, ചടങ്ങെന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യമല്ല. ഇതാണ് നിത്യനൈമിത്യ കർമ്മത്തിലൂടെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ദിവസവും ആഹാര നിയന്ത്രണം ആയിരിക്കണം. ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ ഏകാദശിയോ അമാവാസിയോ ഇല്ലയോ മാവ് വരുമ്പോഴോ വാവിന് സംക്രാന്തിയൊക്കെ നോക്കിയിട്ട് ആ കാരണം പറഞ്ഞിട്ടാണെങ്കിലും ആ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിലൊന്ന് മാറ്റം വരുത്താം. 3 നേരം എനിക്ക് ഇന്നത് തന്നെ വേണമെന്ന് വാശി പോകണമെന്നുണ്ടെങ്കിൽ ഈ മാറ്റം വരുത്തി കഴിക്കണം. ചിലർക്കുണ്ടല്ലോ എനിക്ക് 3 നേരം ചോറ് തന്നെ, രാവിലെ എഴുന്നേറ്റാലും പഴഞ്ചോറ് കിട്ടിയാലും വേണ്ട, ചോറ് മതി അല്ലേ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വാശി പിടിച്ചിരിക്കുന്നതിൽ മാറ്റാം. ഇതൊക്കെയാണ് ഇന്ദ്രിയ നിയന്ത്രണത്തിന് പ്രയോഗിക്കാം. അപ്പോൾ പ്രത്യാഹാരം, അഷ്ടാംഗയോഗത്തിൽ പ്രത്യാഹാരം എന്ന് പറയുന്നത് തന്നെ ആഹാര നിയന്ത്രണം സാധിച്ചാൽ നിങ്ങൾക്ക് ഇന്ദ്രിയ നിയന്ത്രണം എളുപ്പം സാധിക്കും. ഇല്ലെങ്കിൽ എന്താ, നമ്മൾ ജനിച്ചോ തൊട്ട് തുടങ്ങിയ കരച്ചില, ജീവിതകാലം മുഴുവൻ കരയുമ്പോൾ ഒരു ചാൺ വയറിന് വേണ്ടിയിട്ട്, എന്നിട്ട് അവസാനം ബാക്കിയുള്ളവർ മുഴുവൻ കരയിച്ചിട്ട് ഒരു പോക്കും പോകും. പിന്നെ ഇത് തന്നെ ആവർത്തിക്കും. അപ്പം ഇന്ദ്രിയ നിയന്ത്രണത്തിന് ഏറ്റവും നല്ല ഉപാധിയാണ് ആഹാര നിയന്ത്രണം. അപ്പം അങ്ങനെ ആഹാരം, പരിമിതമായ ആഹാരത്തോടു കൂടിയവരായിട്ട് ഏതേത് വായുവിനെ അടക്കുന്നുവോ അതിൽ മറ്റുള്ള വായുക്കളെ ഹോമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു നേരത്തെ 3 നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഒരു നേരം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത്, ഞാൻ പറഞ്ഞില്ലേ, അപാനവായുവാണ്, വ്യാനവായുവാണ്, സമാനവായുവാണ് ആഹാരം കഴിക്കുന്നതിനെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നത്. അത് പിന്നെ സമാന അവസ്ഥയിൽ എത്തിയിട്ട് അപാനവായുവാണ് അതിനെ, ജഠരാഗ്നിയും അപാനവായുവും പ്രാണനും കൂടെ ചേർന്നിട്ടാണ് അതിനെ ദഹിപ്പിച്ച് അത് തരം തിരിച്ച് എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിക്കുകയും അതുപോലെ വിസർജ അവസ്ഥയിലേക്ക് പോകേണ്ടത് അതിനെ അങ്ങോട്ട് മാറ്റുന്നതൊക്കെ അപാനവായുവാണ് പ്രാണനും കൂടെ ചേർന്നിട്ടാണ്. അപ്പം ഇതിൻ്റെ പണി കുറയില്ലേ നിങ്ങൾ ആഹാരം നിയന്ത്രിച്ചാൽ? അപ്പം അങ്ങനെയും ഈശ്വര സാക്ഷാത്കാരത്തിൽ നമ്മൾ ഒന്ന് ചെയ്യുമ്പം മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്കെല്ലാം നിയന്ത്രണം വരും ഓട്ടോമാറ്റിക്കായിട്ട്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ. ഈ പഞ്ചപ്രാണന്റെ പ്രവർത്തനം, പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ഈ പഞ്ചപ്രാണന്റെ ഉപയോഗത്തെ നമുക്ക് നിയന്ത്രിക്കും. 50 to 60% വരെ നിങ്ങളുടെ പ്രാണശക്തി ശരീരത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയിലെത്തും. ആഹാരം നിയന്ത്രണം സാധിച്ചാൽ നിങ്ങളുടെ രോഗാവസ്ഥ 50% ആഹാരത്തിൽ നിന്ന് ആ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അത് കഴിക്കൽ കുറച്ചാൽ, മരുന്ന് കഴിക്കൽ കുറയ്ക്കാം. ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അതാണ്. പിന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചും ആഹാര നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒന്ന്, ഇതിലേതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്. കാരണം ഇതിലെല്ലാ ഇന്ദ്രിയ ശക്തികളിലൊക്കെ അധിഷ്ഠാന ദേവതയായിട്ട് പ്രവർത്തിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്നർത്ഥം. ഇതിലേതെങ്കിലും യൂട്ടിലൈസ് ചെയ്താൽ അതേ മാർഗത്തിലൂടെ നിങ്ങൾക്ക് തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി അതിലും വലുതാണ്, ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഏത് മാർഗം ചെയ്താലും അതൊക്കെ യജ്ഞഭാവനയോടെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇഷ്ടഭോഗങ്ങളെ ലഭിക്കും. ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കർമ്മയോഗത്തിൽ പറയുന്നുണ്ട്. യജ്ഞശിഷ്ട അമൃതഭുജോ. ഇപ്പൊ കർമ്മത്തിന്റെ മാർഗം നമുക്ക് പറഞ്ഞു തന്നു. ജ്ഞാനകർമ്മത്തെയാണ് പറഞ്ഞത്. എന്ത് ചെയ്താൽ അതിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതിലേതെങ്കിലും മാർഗം സ്വീകരിച്ചാൽ മതി, നിങ്ങൾ പരമമായ ജ്ഞാനത്തിലേക്ക് എത്തും. യജ്ഞഭാവനയോടെയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളെ കിട്ടും. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്ന യോഗക്ഷേമമായിട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അത് കിട്ടിയാൽ എൻ്റെ എന്ന് വച്ച് എടുത്തു വെക്കരുതെന്ന് കർമ്മയോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ മുമ്പിൽ കള്ളന്മാരാകരുത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? യജ്ഞശിഷ്ട അമൃതഭുജോ യാന്തി ബ്രഹ്മ സനാതനം. ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. യജ്ഞഭാവനയോടുകൂടി ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യജ്ഞഫലത്തിൽ നിന്ന് യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്താൽ ഇഷ്ടഭോഗത്തെ കിട്ടും. ഇഷ്ടഭോഗത്തെ കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി നിങ്ങൾക്ക് നൽകും. യാതൊരു, നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും നൽകും. ഇഷ്ടമുള്ളതൊക്കെ കിട്ടും. കിട്ടിയാലും എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെക്കരുത്. മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അത് കഴിച്ചാൽ യജ്ഞശിഷ്ട അമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം ന്യായം ലോകോസ്തി യജ്ഞസ്യ കുതോ അന്യ കുരുസത്തമ. യജ്ഞശിഷ്ട അമൃതഭുജ എന്ന് പറഞ്ഞാൽ യജ്ഞശിഷ്ടമായിരിക്കുന്ന അമൃതം ഭുജിക്കുന്നവൻ സനാതനം ബ്രഹ്മ യാന്തി, ശാശ്വതമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്ന പറയണം. കുരുസത്തമ, അല്ലയോ അർജുന, ആ യജ്ഞം ചെയ്യാത്തവനോ? നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന യജ്ഞഭാവന ഇല്ലാതെ ചെയ്താൽ അയം ലോകോ ന അസ്തി, ഈ ലോകം തന്നെ ഇല്ല. അന്യ കുരുസത്തമാ, പിന്നെ പരലോകത്തിന്റെ കാര്യം എവിടെ?
അപ്പം നമ്മൾ ഇത്രയൊക്കെ കാലം യോഗയും ഇല്ലെങ്കിൽ ഈ സ്വാധ്യായനവും ഈ പറയുന്ന ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ടെന്നൊക്കെ ഓരോരുത്തരോട് ചോദിക്കാൻ പറയുമല്ലോ. ഞാൻ അങ്ങനെയാ ചെയ്യിക്കണം, വ്രതം നോക്കുന്നുണ്ട്, ഏകാദശി നോക്കുന്നുണ്ട്, മാസത്തിലൊരിക്കൽ ഉപവാസം നോക്കുന്നുണ്ട്, ആഴ്ചയിൽ എല്ലാ ദിവസവും വ്രതം നോക്കുന്നവരുണ്ട്, തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഈ ചെയ്യുന്നതൊക്കെ യജ്ഞഭാവന ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടില്ല എന്ന് മനസ്സിലാക്കും. ഞാനിതൊക്കെ ചെയ്യുന്നു ഒക്കെ എനിക്ക് വേണ്ടിയിട്ടാ, അല്ലെ സ്വാർത്ഥ താല്പര്യം വന്നാൽ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ ചെയ്യുന്നതിനാണ് യജ്ഞഭാവന എന്ന് പറയുന്നത്. ഞാൻ എന്ന ഭാവം ഇല്ലാതിരിക്കണം, സ്വാർത്ഥത ലെവലേശം ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്ന് എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കഴിക്കണം. അപ്പോൾ അമൃത തുല്യമാകും പ്രസാദം. അപ്പോഴാണ് പ്രസാദമാകുക ശരിക്കും. പ്രസാദേ സർവ്വദുഃഖാനാം ഹാനിരസ്യോപജായത എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം യജ്ഞശിഷ്ടമായ അമൃതം ഭുജിക്കുന്നവൻ ശാശ്വതമായ ബ്രഹ്മപദത്തെ പ്രാപിക്കും. അല്ലയോ അർജുന, യജ്ഞം ചെയ്യാത്തവന് അഥവാ യജ്ഞഭാവനയില്ലാതെ എന്ത് ചെയ്താലും ആ കർമ്മങ്ങൾ യജ്ഞഭാവനയോടെ അനുഷ്ഠിക്കാത്തവന് ഈ ലോകം തന്നെ ഇല്ല, പിന്നെ പരലോകത്തിന്റെ കാര്യം പറയണം. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിൽ വന്ന് മനുഷ്യനായിട്ട് ജനിച്ചതിൻ്റെ യഥാർത്ഥ പ്രയോജനം അവന് ലഭിക്കാതെ പോകുന്ന അർത്ഥം. പിന്നെ അവന് പരലോകപ്രാപ്തം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇങ്ങനെ ഇപ്രകാരം ഏവം ബഹുവിധ യജ്ഞ വിധാത ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷസേ. ഏവം ബഹുവിധ യജ്ഞ, ഇങ്ങനെ പലവിധമായിരിക്കുന്ന യജ്ഞങ്ങൾ ബ്രഹ്മണ മുഖേ വിധത, ബ്രഹ്മമുഖത്ത് വിവരിക്കപ്പെട്ടിരിക്കുന്നു. താൻ സർവാൻ കർമ്മജാൻ വിദ്ധി, അവയെല്ലാം കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടായവയാണെന്നറിയുക. ഏവം ജ്ഞാത്വാ വിമോക്ഷത്തെ, ഇപ്രകാരം അറിഞ്ഞിട്ട് നീ മുക്തനാകുക. ഇങ്ങനെ പലവിധ യജ്ഞങ്ങൾ വേദത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം കർമ്മങ്ങളിൽ നിന്നുണ്ടായവയാണ്. ഇപ്രകാരം അറിഞ്ഞാൽ നീ മുക്തനായി ഭവിക്കും. അതായത് കർമ്മയജ്ഞങ്ങൾ ലക്ഷ്യമല്ല, മാർഗമാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലക്ഷ്യം തീരുമാനിക്കുക. ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യമെങ്കിൽ, അഥവാ ആത്മസാക്ഷാത്കാരമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അതിന് പറഞ്ഞിട്ടുള്ള കർമ്മയജ്ഞങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ലക്ഷ്യം തീരുമാനിച്ചാൽ മതി, കർമ്മ ഓട്ടോമാറ്റിക് അതിലേക്ക് നിങ്ങൾ ആ ഭാവനയിലേക്ക് എത്തിക്കോളും. പേടിക്കേ വേണ്ട, ലക്ഷ്യം പരമമായിരുന്നാൽ മതി. എന്നാൽ അനുഷ്ഠാനങ്ങൾ, ലക്ഷ്യം മാത്രം തീരുമാനിച്ചിട്ട് അനങ്ങാതിരിക്കാൻ പറ്റില്ല, അനുഷ്ഠാനങ്ങൾ ചെയ്യണം. നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ അതും യജ്ഞഭാവനയിലായാൽ ഏറ്റവും എളുപ്പത്തിൽ സിദ്ധി പ്രാപിക്കാമെന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പൊ കർമ്മയജ്ഞങ്ങൾ ലക്ഷ്യമല്ല, മാർഗം മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നു. പലവിധ യജ്ഞങ്ങൾ വേദത്തിൽ വിവരിക്കപ്പെട്ടു. ഇത് ഈ പറഞ്ഞതൊക്കെ ഫലേച്ഛയോടുകൂടി വേദവൈദിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വേദങ്ങളിൽ, വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്, ആ അറിവ് വെച്ചുകൊണ്ട് വേണം കർമ്മം ചെയ്യാനർത്ഥം. അതാണ് ജ്ഞാനകർമ്മം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വേദോക്തങ്ങളായിട്ടുള്ള സൂക്തങ്ങളിലും ഓരോ വേദത്തിലും യജ്ഞകർമ്മത്തിൻ്റെ മഹത്വം എന്തെന്ന് പറയുന്നുണ്ട്. ആ ഭാവനയെ വച്ചുകൊണ്ട് വേണം കർമ്മം ചെയ്യാനർത്ഥം. അതായത് ജ്ഞാനത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്താൽ എന്താണ് ഫലം എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നർത്ഥം. എന്നാ ഫലയിച്ച പാടുമില്ല. അതുകൊണ്ട് ഈ വേദവൈദിക കർമ്മങ്ങളിൽ ഫലം ഉണ്ടാകും, ഇന്ന രീതിയിൽ ചെയ്താൽ എന്ന് പറയാൻ കാരണം എന്താ? ആദ്യം ഫലേച്ഛയോടുകൂടിയേ നമ്മൾ കർമ്മം ചെയ്യൂ. ഫലേച്ഛ ഇല്ലാതാണെങ്കിൽ പല പ്രാവശ്യം കിട്ടിയത് നഷ്ടപ്പെട്ട് ഇത് തരുന്നതും തിരിച്ചെടുക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണെന്നുള്ള ഭാവനയിൽ എത്തുമ്പോഴേ നമ്മൾ കള്ളനല്ലാതെ ആകൂ. ഇല്ലെങ്കിൽ ഈശ്വരൻ തരുന്നതൊക്കെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വയ്ക്കും. ഞാനാണ് ഇതിനൊക്കെ കാരണം, കർത്തൃത്വഭാവോട്ട് പോവില്ല. അങ്ങനെ വരുമ്പം അത് യജ്ഞഭാവന ഇല്ലാതെ ചെയ്താൽ എന്താ കുഴപ്പം? യുഹത്തിലും പരത്തിലും പ്രയോജനപ്പെടില്ല എന്നർത്ഥം.
അപ്പം എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും വേണ്ടില്ല, അതൊക്കെ യജ്ഞഭാവന സഹിതമായിക്കൊണ്ട് ചെയ്യാൻ കർമ്മയോഗം തന്നെ പറഞ്ഞിട്ടുണ്ട്. സഹയജ്ഞഭാവന സഹിതമായിക്കൊണ്ടാണ് നമ്മളെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നമ്മളെ മാത്രമല്ല, സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും പക്ഷി മൃഗാദികളും എല്ലാം സൃഷ്ടിച്ചിൽ എന്തൊക്കെ പെട്ടിട്ടുണ്ടോ അതൊക്കെ ഈ ഒരു ഭാവനയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളൂ. അത് മനഃപൂർവ്വമായിട്ട് ആ യജ്ഞഭാവന ഇല്ലാതെ നമ്മൾ ചെയ്താൽ ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടില്ല എന്നാണ് പറഞ്ഞത്. അതിനെന്താ കാരണം? സ്വാർത്ഥത. ദുര്യോധനന് പോലും ഈ യജ്ഞഭാവന ഇല്ലാത്തത് കൊണ്ട് ഇഹത്തിലും പരത്തിലും എന്ത് പിടിച്ചു പറിച്ചിട്ടും വെട്ടിപ്പിടിച്ചിട്ടും എന്താ അനുഭവിക്കാൻ ശോകം കിട്ടിയോ? അതാ പറഞ്ഞ ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതേസമയം ഭഗവാൻ ചെന്ന് കേണപേക്ഷിച്ചപ്പോൾ പഞ്ചഗേഹം അതെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിരുന്നെങ്കിൽ യജ്ഞഭാവനയായേനെ. അപ്പോൾ ഉള്ളത് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തേനെ. ഇങ്ങനെയൊക്കെ നമുക്ക് അത് വക തിരിച്ച് അറിയാൻ സാധിക്കണം. ഇപ്പം നമ്മൾ ഈ ചില കാര്യങ്ങൾക്കൊക്കെ അവകാശം പറയില്ലോ, അത് കുടുംബസ്വത്ത് ആയിക്കോട്ടെ, ചിലപ്പോൾ ജോലിയിൽ പോയിട്ടായിരിക്കും നിങ്ങളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ചില അവകാശങ്ങളൊക്കെ സമരം ചെയ്യുന്ന രീതിയൊക്കെ പഠിച്ചിട്ടില്ലേ, രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കൊന്നും അവകാശമില്ലെന്ന. എന്തിനാ അവകാശം? അഥവാ ഞാൻ പറയുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ, നിങ്ങൾ സ്വയം വേർത്ത് ഉണ്ടാക്കിയതാണെങ്കിൽ ശരി, നിങ്ങൾ അവകാശം പറഞ്ഞോളൂ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അല്ലാതെ കാരണവന്മാർ ഗിഫ്റ്റായിട്ട് കിട്ടിയോ കാരണവന്മാരുടെ സ്വത്തോ ഒക്കെ അനുഭവിക്കുമ്പോൾ അതൊന്നും എൻ്റെ എന്നും പറയാനേ കൊള്ളില്ല. അതിലൊട്ട് അവകാശമൊട്ട് ചോദിക്കാനും പാടില്ല. അവകാശം ചോദിച്ചു മേടിച്ച് അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ട് അവസാനം അതേ അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിക്കേണ്ടി വന്ന മകനെ എനിക്കറിയാം. ഇതൊക്കെ പ്രത്യക്ഷമാണ് അനുഭവം. ആ തറവാട്ടിൽ നിന്ന്, അച്ഛനും അമ്മയും ഉണ്ടാക്കിയ തറവാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എനിക്ക് ഈ തറവാട് വേണമെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് മേടിച്ച് എഴുതി മേടിച്ചിട്ട് അവസാനം ഈ അച്ഛനും അമ്മയും പോയി താമസിച്ചെടുത്ത് ഈ മകനും കുടുംബത്തിനും പോയി താമസിക്കേണ്ടി വന്നു. ഈ കിട്ടിയതൊക്കെ കുരുത്തക്കേട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലല്ലോ. എന്നാലും അച്ഛനും അമ്മയൊന്നും നീ നശിച്ചു പോട്ടെ എന്ന് അവരൊന്നും പ്രാർത്ഥിച്ചിട്ട്, പക്ഷെ അവരുടെ അച്ഛനും അമ്മയുടെ മനസ്സ് വേദനിച്ചാൽ മതി. അപ്പം അത് യജ്ഞഭാവന എന്നെങ്ങനെ പറയാം? അതിലെന്താ അവകാശം പറയാ? ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് ജോലി എടുത്തിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പിന്നെ അവകാശം പറഞ്ഞോളൂ. ഇത് ഈ കാരണവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതിന് എന്ത് അവകാശം പറയുന്നു? അവകാശം ചോദിക്കാൻ പോലും പാടില്ലെന്ന് അവർ. എന്തെങ്കിലും അവർ ഗിഫ്റ്റായിട്ട് തന്നാൽ മേടിച്ചോളൂ. അതാണ് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാന്ന് പറയുന്നത്. ഒരു കാരണവശാലും അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവകാശം മേടിക്കാൻ പോയാൽ അത് തന്നെ കുരുത്തക്കേടാകും. അങ്ങനെ ഒരു മാതൃദേശത്തു നിന്ന് പോയവരാണ് ഇപ്പം ഈ യാതനയൊക്കെ അനുഭവിക്കുന്നത്. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവരാ, എന്നിട്ട് വേറെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുരുത്തക്കേട് മേടിച്ചിട്ട് ഇപ്പം എന്ത് ചെയ്താലും അവിടെ ഒന്നും ആർക്കും വേണ്ട വിധത്തിൽ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരാഴ്ചയായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുഴുവൻ നമ്മുടെ മാതൃദേശവും മറ്റേ ദേശവും കൂടെ തല്ലി. ഇവിടുന്ന് പിരിഞ്ഞു പോയവരാ, കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിൽ ഏത് ദേശമായാലും എന്തായാലും കുരുത്തക്കേട് മേടിച്ചാൽ പിന്നെ അവർക്കുള്ളത് പോലും സമാധാനത്തോടെ അനുഭവിക്കാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഈ ലോകം ഇല്ലോ പരലോകവും ഇല്ല എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കെല്ലാ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായാലും വേണ്ടില്ല, മനസമാധാനത്തോടെ ഇത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ലോകവും ഇല്ല പരലോകവും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഇനി ഇതിലേതാണ് ശ്രേഷ്ഠമെന്ന് പറയുകയാണ് കേട്ടോ. നമുക്കിതിൽ കർമ്മയജ്ഞങ്ങൾ ലക്ഷ്യമല്ല, മാർഗം മാത്രമാണ് എന്ന് സൂചന നൽകിയിരിക്കുന്നു. നമ്മൾ ഈശ്വര സാക്ഷാത്കാരം ആണ് ലക്ഷ്യമിടേണ്ടത്, അതാണ് പരമമായ ലക്ഷ്യമായിരിക്കേണ്ടത്. അത് ലക്ഷ്യം നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾ കർമ്മം അതിലേക്ക് നയിക്കും, നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മത്തിലേക്ക് നയിക്കും. ഇതിലേത് മാർഗമാണോ നിങ്ങൾക്ക് യോജിക്കുന്നതെന്നുള്ള നിങ്ങളുടെ മുമ്പിൽ വന്നോളും. അതനുസരിച്ചുകൊണ്ട് നിങ്ങളെ പ്രവർത്തിച്ചാൽ ആ മാർഗത്തിൽ നിങ്ങൾ ശ്രേയോ മാർഗത്തിലേക്കും. ഇനി ഇതിലേതായി 3-4 മാർഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് ഭഗവാൻ പറയാം. അർജുനൻ ചോദിച്ചതും ശ്രേയോ മാർഗമാണ്. ഇവിടെ ക്ലാരിഫിക്കേഷൻ ഭഗവാൻ നൽകുന്നുണ്ട്. ശ്രേയാൻ ദ്രവ്യമയാദ്യയജ്ഞ ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമ്മ അഖിലം പാർത്ത ജ്ഞാനേന പരിസമാപ്യതേ.
പരന്തപ, ഹേ ശത്രുതാപന, ശത്രുവിനെ തപിപ്പിക്കുന്നവനെ, ദ്രവ്യമയാത് യജ്ഞാത്, ദ്രവ്യങ്ങളെ കൊണ്ട് യജ്ഞത്തെക്കാൾ, ദ്രവ്യങ്ങളെ കൊണ്ടുള്ള യജ്ഞത്തെക്കാൾ, അതായത് ഈ ദ്രവ്യങ്ങൾ ദാനം കൊടുക്കുക, ദാനധർമാദികളെ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ, അതും യജ്ഞം തന്നെയാണ്, പക്ഷേ ദ്രവ്യം കൊണ്ടുള്ള യജ്ഞത്തെക്കാൾ ജ്ഞാനയജ്ഞ ശ്രേയാൻ പാർത്ഥ, ജ്ഞാനയജ്ഞം ശ്രേഷ്ഠമാകുന്നു. അല്ലയോ അർജുന, സർവം കർമ്മ, എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായത് എന്ന് പറയാണ്. സർവം കർമ്മ അഖിലം പാർത്ഥ, എല്ലാ കർമ്മങ്ങളും സമ്പൂർണമായിട്ട് ജ്ഞാനേന പരിസമാപ്യത, ജ്ഞാനത്തിൽ പരിവാസമായിരിക്കും. നിങ്ങൾ ഈ മാർഗത്തിൽ, ഏത് മാർഗത്തിൽ പോയാലും നമ്മളെല്ലാം എത്തുന്നത് ഒരു സ്ഥലത്തേക്കായിരിക്കും. എന്തായാലും ജ്ഞാനി ആത്മജ്ഞാനിയായിട്ട് മാറുന്നത്. ആത്മജ്ഞാനിയായിട്ട് മാറുന്നതാണ് സാക്ഷാത്കാരത്തിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ആത്മബോധ തലത്തിലേക്ക് എത്തുക എന്നർത്ഥം. അപ്പൊ ഈ പറയുന്ന ഏത് മാർഗം സ്വീകരിച്ചാലും, ഏത് കർമ്മ ചെയ്താലും, ഏത് വ്രതം അനുഷ്ഠിച്ചാലും, യോഗമാർഗം സ്വീകരിച്ചാലും, ജ്ഞാനമാർഗം സ്വീകരിച്ചാലും, ഭക്തിയുത സേവനം, ഭക്തിയിലൂടെ അനന്യമായ ഭക്തിയുടെ മാർഗം സ്വീകരിച്ചാലും, ഏത് മാർഗം സ്വീകരിച്ചാലും എല്ലാ കർമ്മങ്ങളും ചെന്ന് അവസാനിക്കുന്ന എന്തിലായിരിക്കും? ജ്ഞാനേന പരിസമാപ്യതേ. അല്ലയോ അർജുന, ദ്രവ്യങ്ങളെ കൊണ്ട് ചെയ്യപ്പെടുന്ന യജ്ഞങ്ങളെക്കാൾ ജ്ഞാനയജ്ഞം ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ സകല കർമ്മങ്ങൾ അതിൻ്റെ ഫലസഹിതം ജ്ഞാനത്തിൽ സമാപിക്കും. ദ്രവ്യമയമായിരിക്കുന്ന യജ്ഞം ഫലത്തെ ഉണ്ടാക്കുന്നു. ഫലാനുഭവത്തിനായിക്കൊണ്ട് ജീവന് വീണ്ടും ജന്മം എടുക്കേണ്ടതായിട്ടും വരും. ജ്ഞാനയജ്ഞം ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ഈ ദ്രവ്യയജ്ഞം കൊണ്ട് ഏതാ ദ്രവ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ദാനം കൊടുത്താൽ അതേപോലെ നിങ്ങൾക്ക് ദാനം കിട്ടും. പരസ്പരം ഭാവേന്തക ചെയ്യുന്ന ഏത് ഭാവത്തിൽ നിങ്ങൾ ചെയ്യുന്നോ അതേ ഭാവത്തിൽ തിരിച്ചു കിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പം? ദ്രവ്യമായിരിക്കുന്ന ഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് എന്ത് ചെയ്താലും വേണ്ടില്ല, അതിൻ്റെ ഫല അനുഭവത്തിനായിക്കൊണ്ട് വീണ്ടും ജന്മം എടുക്കേണ്ടതായിട്ട്, ഈ ജന്മം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നവരെ അത് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിലെന്തെങ്കിലും ബാക്കി വെച്ചാൽ പിന്നെ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരേണ്ടി വരും. എന്നാൽ ജ്ഞാനയജ്ഞം ഫലത്തെ ഉണ്ടാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് കിട്ടിയ ഞാനിപ്പോൾ എത്ര വേദികളിലൂടെ എത്ര പേർക്ക് പറഞ്ഞു കൊടുത്താലും അതിലൊന്നും എനിക്കൊന്നും ഡെപ്പോസിറ്റ് ആകാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ജ്ഞാനം എത്ര വിളമ്പി കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് കിട്ടും. അപ്പം അതുകൊണ്ട് ജ്ഞാനയജ്ഞം ഫലത്തെ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, കർമ്മങ്ങളുടെ മൂലകാരണമായിരിക്കുന്ന അവിദ്യ ജ്ഞാനോദയത്തോടെ അസ്തമിക്കുകയും ചെയ്യും. അജ്ഞത പോയി മറയും. എല്ലാ കർമ്മങ്ങളോടും അവസാനിക്കും. അപ്പം യഥാർത്ഥ ഏത് കർമ്മം ചെയ്താലും ഒരു അനുഭവജ്ഞാനത്തിലായിരിക്കും എത്തുക. അത് അല്പമാത്രമായ ധർമ്മമാർഗമാണെങ്കിൽ കർമ്മത്തിലൂടെ കർമ്മശുദ്ധി വരും. കർമ്മശുദ്ധി വന്നാൽ അപ്പം ജ്ഞാനം ലഭിക്കും. പിന്നെ കർമ്മബന്ധനം എന്ന് പറയുന്ന ഇല്ല. പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പവിത്രമായി മാറും. നമുക്ക് ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ, കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലായാൽ, കർമ്മയോഗത്തിൻ്റെ രഹസ്യം മനസ്സിലായാൽ പിന്നെ നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും ബന്ധിക്കപ്പെടില്ല. അതൊക്കെ ശുദ്ധി ഉണ്ടാക്കും. കർമ്മശുദ്ധി ഉണ്ടാകണമെങ്കിൽ കർമ്മം കൊണ്ട് ശുദ്ധി ഉണ്ടാവും. വെറുതെ കർമ്മം ചെയ്താൽ ശുദ്ധി ഉണ്ടാവില്ല. യജ്ഞഭാവനയുടെയും കർത്തൃത്വ അഭിമാനവും വിട്ടിട്ട് ഇപ്പം ഈ പറഞ്ഞ 3-4 മാർഗം പറഞ്ഞു. ഇതിൽ ഏത് ചെയ്താലും എൻ്റെ ഏറ്റവും വലിയ ഫലസിദ്ധി എന്തായിരിക്കും? ജ്ഞാനസിദ്ധിയായിരിക്കും. അപ്പം ദ്രവ്യമയമായിരിക്കുന്ന യജ്ഞം ഫലത്തെ ഉണ്ടാക്കും. ഫലാനുഭവത്തിനായിക്കൊണ്ട് വീണ്ടും ജനിക്കേണ്ടി വരാം. നിങ്ങൾ ദ്രവ്യമായിരിക്കുന്ന പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഈ ജന്മത്തിന് അനുഭവിക്കുക. ഇപ്പം ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ദ്രവ്യദാനമോ ഇല്ലെങ്കിൽ അന്നദാനമോ ഒക്കെ ചെയ്ത് അങ്ങനെ പുണ്യകർമ്മങ്ങളൊക്കെ ഫലിച്ചോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് വീണ്ടും ജന്മം എടുത്ത് വരേണ്ടി വരും എന്ന് പറഞ്ഞു. ജ്ഞാനയജ്ഞം ഫലത്തെ ഉണ്ടാക്കുന്നില്ല. പ്രത്യേകിച്ചൊരു ഭൗതികമായിട്ടുള്ള ഒരു ഫലത്തെ ഉണ്ടാക്കുന്നതല്ല. കർമ്മങ്ങളുടെ മൂലകാരണമായിരിക്കുന്ന അവിദ്യ ജ്ഞാനോദയത്തോടെ അസ്തമിക്കുകയും ചെയ്യും. എല്ലാ കർമ്മങ്ങളോടെ അതോടെ അവസാനിക്കുകയും ചെയ്യും. എല്ലാ കർമ്മങ്ങളും ചെന്ന് അവസാനിക്കുന്ന പരമമായ ജ്ഞാനത്തിലാണെന്നർത്ഥം. പിന്നെ നമ്മളെ യജ്ഞഭാവന ഇല്ലാതെ കർമ്മം ചെയ്താൽ എല്ലാ കർമ്മത്തിനും ഒരു ദോഷഫലത്തേക്ക് കൊണ്ടെത്തിക്കും. എല്ലാ കർമ്മങ്ങളും ദോഷമായിട്ട് മാറും. എന്താ കർമ്മത്തിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ, എത്ര നല്ല കർമ്മമായാലും
യജ്ഞഭാവന ഇല്ലാതെ സ്വാർത്ഥതയോടുകൂടി ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് കർമ്മബന്ധനം ഉണ്ടാകും എന്നർത്ഥം. കർമ്മബന്ധനം ഉണ്ടാകുന്നത് എന്താ? ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് എന്താ? അതിൽ വാസനാബലം ഉണ്ടാകും. കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദോഷ, നിങ്ങൾ തുടർച്ചയായിട്ട് ചീത്തകർമ്മം ചെയ്താൽ അതിൻ്റെ വാസനാബലം ഉണ്ടാകും. പാപകർമ്മം ചെയ്താൽ പാപവാസന ഉണ്ടാകും. തുടർച്ചയായിട്ട് സത്കർമ്മങ്ങൾ ചെയ്താലോ അതിൻ്റെ പുണ്യഫലം ഉണ്ടാകും. അപ്പോൾ സത്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനോ ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനും വേണ്ടിയിട്ട് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ദ്രവ്യമയമായിരിക്കുന്ന യജ്ഞഫലത്തെ ഉണ്ടാക്കുന്നതൊക്കെ ഫലാനുഭൂതി പൂർത്തിയായിട്ടില്ലെങ്കിൽ വീണ്ടും ജന്മമെടുക്കേണ്ടതായിട്ട് വരും എന്ന് പറയാൻ കാരണം. അതേസമയം അവിദ്യാദി ദോഷങ്ങൾ ഇല്ലാതെ ഏത് കർമ്മം ചെയ്താലും അതിൽ നിന്ന് പരമമായ ജ്ഞാനത്തെ ലഭിക്കും. ആ ജ്ഞാനം ലഭിച്ചാൽ കർമ്മത്തിൻ്റെ പരിസമാപ്തിയായി. അവിടെ കർമ്മശുദ്ധി വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ആത്മബോധം ഉണ്ടാകുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം ലഭിച്ചാൽ ആത്മാവിലേക്ക് എത്തും, പരമാത്മാവിലേക്ക് എത്തും. പിന്നെ അവരുടെ റൂട്ട് പഴയ്ക്കുന്ന പ്രശ്നമില്ല എന്നർത്ഥം. ഇനി ഇത് സ്വയം പ്രാപിക്കാമെന്നാണ് പറയുന്നത്. അതിനാണ് 3-4 മാർഗം വന്നത്. ഇതിലേതാ നമുക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് ഏത് മാർഗത്തിൽ പോയാലും ഒന്നിലേക്ക് എത്തും എന്ന് പറഞ്ഞു. ഇനി അത് സാധിക്കാത്തവരും ഉണ്ടാവും. അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ഭഗവാൻ പറയുന്നു. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിത്വ തത്വദർശിന. പ്രാണിപാതേന പരിപ്രശ്നേന സേവയാ, അതായത് പ്രണിപാതേന എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരെ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിത്വാ തത്വദർശിന. പ്രണിപാതേന പരിപ്രശ്നേന സേവയാ, നമസ്കാരം കൊണ്ടും ചോദ്യങ്ങൾ കൊണ്ടും ശുശ്രൂഷ കൊണ്ടും തദ്വിദ്ധി അതിനെ അഥവാ ആ ജ്ഞാനത്തെ അറിഞ്ഞാലും. തത്വദർശനാജ്ഞാനിന തത്വദർശികളായിട്ടുള്ള ജ്ഞാനികൾ തേ ജ്ഞാനം ഉപദേശന്തി നിനക്ക് ജ്ഞാനം ഉപദേശിക്കും. അതായത് നമുക്ക് ഈ പറയുന്ന ഏത് മാർഗം സ്വീകരിച്ചാലും നിങ്ങൾക്ക് ജ്ഞാനത്തിലേക്ക് എത്താം, വിവേകിയായിട്ട് മാറും. ഇനി അത് സാധിക്കില്ല, എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, എനിക്കിതിന് പെർഫെക്ഷൻ കിട്ടില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഗുരുക്കന്മാരെ സമീപിക്കാനാണ് പറഞ്ഞത് ഭഗവാൻ. അത് വെറുതെയുള്ള ഗുരുക്കന്മാരെ സമീപിക്കരുത്, തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ. അതായത് തത്വദർശികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തത്വത്തെ പഠിച്ച് അത് പ്രായോഗിക തലത്തിൽ എത്തിച്ച് അതിൽ അനുഭവ പരിചയമുള്ള ഗുരുക്കന്മാരെ സമീപിക്കണം എന്നാണ് പറഞ്ഞത്. ഗുരുക്കന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ശാസ്ത്രജ്ഞാനം മാത്രമല്ല, പ്രായോഗിക ജ്ഞാനവും കൂടെ വേണം. അതിനെയാണ് വിശേഷജ്ഞാനം എന്ന് പറയുന്നത്. അതിനെയാണ് തത്വദർശി എന്ന് പറയുക. തത്വങ്ങൾ എന്താണോ അത് അനുഭവിച്ചറിഞ്ഞവരെയാണ് തത്വദർശി എന്ന് പറയുക. അപ്പം അതുകൊണ്ട് ആ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിച്ച് അവരെ ആവശ്യമെങ്കിൽ ശുശ്രൂഷിക്കണം, സേവിക്കണം, അവരോട് സംശയങ്ങൾ ചോദിക്കണം. അങ്ങനെ ഒരു ഡെഡിക്കേഷൻ ഭാവത്തിൽ നിന്നിട്ട് അവർ നിങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനത്തെ ഉപദേശിച്ചു നൽകും. ജ്ഞാനമാണ് പരിസമാപ്തി എന്നർത്ഥം. യജ്ഞാത്വാന പുനർമോഹം ഏവം വ്യാസിജി പാണ്ഡവ ഏന ഭൂതാന്യശേഷേണ ദൃശ്യസാത്മന്യധോമയി. പാണ്ഡവ, അല്ലയോ അർജുന, യജ്ഞാത്വ യാതൊന്ന് അറിഞ്ഞിട്ട് ആ ജ്ഞാനം സിദ്ധിച്ചാൽ, അതായത് ഗുരുക്കന്മാരെ പോയി കണ്ടിട്ട് അതിൽ നിന്ന് ജ്ഞാനം സിദ്ധിച്ചാൽ, പുന ഏവം മോഹം യാസസിയേന നീ മോഹത്തെ പ്രാപിക്കില്ല, വീണ്ടും ഈ വിധം മോഹത്തെ പ്രാപിക്കില്ല. യാതൊന്നുകൊണ്ട് ആ ജ്ഞാനസിദ്ധിയിൽ ഭൂതാനി അശേഷേണ സകല ചരാചരങ്ങളെയും ആത്മനിദ്രശ്യസി ആത്മാവിൽ നിന്നും ദർശിക്കും. ദ്രശ്യസി ആത്മനി ദൃശ്യസി അഥ മയി ദൃശ്യസി അനന്തരം എന്നിലും നീ ദർശിക്കും എന്ന് പറഞ്ഞാൽ, അർജുന, ആ ജ്ഞാനം സിദ്ധിച്ചാൽ നീ വീണ്ടും ഈ വിധം മോഹത്തെ പ്രാപിക്കുകയില്ല. മാത്രമല്ല ആ ജ്ഞാനത്താൽ സകല ചരാചരങ്ങളെയും നീ സ്വ ആത്മാവിൽ ദർശിക്കാനാണ്. അതായത് അദ്വൈത ദർശിയായിട്ട് മാറും. അദ്വൈത അനുഭൂതി അനുഭവിച്ചറിയാൻ സാധിക്കും. ഇപ്രകാരം ആ ജ്ഞാനസിദ്ധിയോടെ ജീവാത്മാ പരമാത്മാ ഐക്യം നിനക്ക് അനുഭവപ്പെടും.
എന്നിലും നീ ദർശിക്കും എന്ന വാക്കിലൂടെ താൻ ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നനാണെന്ന് പ്രകൃതി വ്യക്തമാക്കിയിരിക്കുന്നു എന്നർത്ഥം. ഈശ്വരനും നമ്മളും തമ്മിൽ ഭിന്നതയൊന്നുമില്ല എന്നർത്ഥം എന്നൊരവസ്ഥയിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്രകാരം ജ്ഞാനസിദ്ധിയോടെ ജീവാത്മാ പരമാത്മാ ഐക്യം നിനക്ക് അനുഭവപ്പെടും. എന്നിലും നീ പരമാത്മാവിനെ ദർശിക്കും എന്ന വാക്കിലൂടെ ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നനാണ് ഭഗവാൻ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ബ്രഹ്മവും ഭഗവാനും ഒന്ന് തന്നെയാണെന്നർത്ഥം. അതാണ് 35 വരെയുള്ള ശ്ലോകങ്ങൾ. 26 തൊട്ട് 35 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. ഒന്ന് പാരായണം ചെയ്യാം. ശ്രോതാദിന്ദ്രിയജ്ഞാന്യേ സംയമാഗ്നേഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാന്യേന്യ ഇന്ദ്രിയാഗ്നേഷു ജുഹ്വതി സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരെ ആത്മസംയമ്യ യോഗാഗ്നോ ജുഹ്വതി ജ്ഞാനദീപതേ ദ്രവ്യയജ്ഞസ്തപോയജ്ഞ യോഗയജ്ഞസ്തഥാപരെ സാധ്യായ ജ്ഞാനയജ്ഞശ്ച യജയത് സംശയാവൃത അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാപരെ പ്രാണാപാന ഗതിം രുത്വാ പ്രാണായാമപരായണഃ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമക്ഷ യജ്ഞശിഷ്ട അമൃതഭുജോ യാന്തി ബ്രഹ്മ സനാതനം നായം ലോകോസ്തി യജ്ഞസ്യ കുതോ അന്യകുരുസത്തമ ഏവം ബഹുവിധാ യജ്ഞ വിധാതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്വാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോചസേ ശ്രേയാൻ ദ്രവ്യം അയാദ്യയജ്ഞ ജ്ഞാനയജ്ഞ പരന്തമ സർവം കർമ്മ അഖിലം പാത്ത ജ്ഞാനേന പരിസമാപ്യതേ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിത്വാ തത്വദർശിന യജ്ഞാത്വാന പുനർമോഹം ഏവം വ്യാസസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദൃശ്യസാത്മന്നഥോമയി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാസംഗചക്രം കൗമോദകീം സരസിം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനസം ഹൃദി ഭാവയാമി. വാതാലയേശമനസം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.